എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്നത് സ്മാർട്ട് ഗാഡ്ജറ്റുകളുടെയും വളരെ അഗ്രസീവായ മാർക്കറ്റിംഗിന്റെയും ഒരു ലോകത്താണ്. നമ്മുടെ പല തീരുമാനങ്ങളും നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളെക്കാൾ നമ്മുടെ ആഗ്രഹങ്ങളെയും പെട്ടെന്നുണ്ടാകുന്ന തോന്നലുകളെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നമുക്ക് ശരിക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ടോയ്സ് ടു ടീംസ് അഥവാ കളിപ്പാട്ടങ്ങൾ മുതൽ കൗമാരക്കാർ വരെയെന്നാണ് ഈ പാഠത്തിന്റെ പേര്. നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? ഈ പാഠം തുടങ്ങുന്നത് ഗ്രേസ് എന്ന 8 വയസ്സുകാരിയുടെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. അവൾ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം അവൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഹാലോവീന് ഒരു മോൺസ്റ്റർ ഹൈ ഡോൾ വേണം. എനിക്കിഷ്ടപ്പെട്ടതിന്റെ പേര് ഡ്രാക്കുലോറ എന്നാണ്. ഇത് കേട്ട് അവളുടെ അമ്മയ്ക്ക് ചെറിയൊരു അത്ഭുതം തോന്നി. കാരണം ഗ്രേസ് ഇതിനു മുൻപ് അങ്ങനെയൊരു പാവയോടൊരു താൽപ്പര്യം കാണിച്ചിട്ടില്ല. എന്താണ് ഈ മോൺസ്റ്റർ ഹൈ ഡോൾ എന്ന് അമ്മ ചോദിച്ചു. അതൊരു കൂൾ പാവയാണമ്മേ. അതിലെല്ലാത്തിനും ഫ്രാങ്കൻസ്റ്റീൻ, ക്ലോഡിൻ വുൾഫ് എന്നൊക്കെ രാക്ഷസന്മാരുടെ പേരാണ്. പക്ഷെ എനിക്ക് ഡ്രാക്കുളോറയാണ് ഇഷ്ടം. അവൾക്ക് നീണ്ട കറുത്ത മുടിയുണ്ട്, പിങ്ക് ബൂട്ട്സ് ഉണ്ട്, പിന്നെ ഒരു വളർത്തുമൃഗമായി ഒരു വവ്വാലുമുണ്ട്. ഗ്രേസ് മറുപടി പറഞ്ഞു. രസകരമായിട്ടുണ്ടല്ലേ? അപ്പോൾ അമ്മ ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഈ പാവകളെക്കുറിച്ച് അറിയാവുന്നത്? മാഡിയാണ് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ മാഡിയുടെ വീട്ടിൽ വെച്ച് അതിന്റെ കുറച്ച് വീഡിയോകൾ കണ്ടു. ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലും കളിച്ചു. അമ്മേ, ഡ്രാക്കുലോറയ്ക്ക് സ്വന്തമായൊരു വെബ്സൈറ്റ് വരെയുണ്ട്. ഗ്രേസ് ആവേശത്തോടെ പറഞ്ഞു. ഈ വീഡിയോകളിൽ പാവകൾ എന്താണ് ചെയ്യുന്നത് എന്ന് അമ്മ വീണ്ടും ചോദിച്ചു. അവർ മേക്കപ്പ് ഇടും, അവരുടെ ഡയറികളിൽ എഴുതും, അവരെല്ലാരും ഒരുമിച്ച് മോൺസ്റ്റർ ഹൈ എന്ന സ്കൂളിലാണ് പോകുന്നത്. കണ്ടില്ലേ, ഒരു 8 വയസ്സുകാരിക്ക് ഒരു പാവയെക്കുറിച്ച് എത്രമാത്രം വിവരങ്ങളാണ് അറിയാവുന്നതെന്ന്. ഇതെല്ലാം പരസ്യത്തിന്റെ ഒരു മാജിക്കാണ്. അടുത്ത തവണ അടുത്തുള്ളൊരു ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ ഗ്രേസ് ഒരു കടയിൽ മോൺസ്റ്റർ ഹൈ പാവകളുടെ ഒരു ഡിസ്പ്ലേ കണ്ടു. അവൾ സന്തോഷം കൊണ്ട് നിലവിളിച്ചു, അമ്മേ, എനിക്കൊരെണ്ണം വാങ്ങിത്തരുവോ പ്ലീസ്? അവളുടെ അമ്മ അതിന്റെ വില നോക്കി. $21.99, ഏകദേശം 1800 രൂപ. എന്നിട്ടും മനസ്സില്ലാ മനസ്സോടെ അമ്മ ആ പാവ ഷോപ്പിംഗ് കാർട്ടിലേക്ക് ഇട്ടു. ലക്ഷക്കണക്കിന് മറ്റു മാതാപിതാക്കളെപ്പോലെ അവരും പരസ്യം ചെയ്യുന്നവരുടെ ലോകത്തിലെ നാഗ് ഫാക്ടറിന് മുന്നിൽ കീഴടങ്ങി. എന്താണ് ഈ നാഗ് ഫാക്ടർ? കുട്ടികൾ ഒരു സാധനത്തിനു വേണ്ടി വാശിപ്പിടിച്ച് കരയുമ്പോൾ അല്ലെങ്കിൽ ശല്യം ചെയ്യുമ്പോൾ രക്ഷകർത്താക്കൾക്ക് അത് വാങ്ങിക്കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലാതാകുന്ന അവസ്ഥ. ഇതിനെയാണ് പരസ്യം ചെയ്യുന്നവർ മുതലെടുക്കുന്നത്. കണക്കുകൾ പ്രകാരം ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള പരസ്യത്തിനും മാർക്കറ്റിംഗിനും ചെലവഴിക്കുന്നത്. 20 വർഷം മുൻപ് ചെലവഴിച്ചിരുന്നതിന്റെ ഏകദേശം 3 ഇരട്ടിയാണിത്. എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റർമാർ കുട്ടികളെ ഇത്രയധികം ശ്രദ്ധിക്കുന്നത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇന്നത്തെ കുട്ടികളുടെ കയ്യിൽ ചിലവഴിക്കാൻ അവരുടേതായ പണമുണ്ട്. വർഷങ്ങൾ കഴിയുന്തോറും കുട്ടികളുടെ സ്പെൻഡിംഗ് പവർ അഥവാ പണം ചിലവഴിക്കാനുള്ള കഴിവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പണം, ബന്ധുക്കൾ അവധിക്ക് വരുമ്പോൾ നൽകുന്ന പണം, അങ്ങനെ പല വഴികളിലൂടെ അവരുടെ കയ്യിൽ പണം വരുന്നു. സ്വാഭാവികമായും ചെറിയ കുട്ടികളെക്കാൾ കൂടുതൽ പണം കൗമാരക്കാർ വസ്ത്രങ്ങൾ, മിഠായികൾ, ശീതളപാനീയങ്ങൾ, സംഗീതം തുടങ്ങിയ കാര്യങ്ങൾക്കായി ചിലവഴിക്കുന്നു. രണ്ടാമത്തെ കാരണം, കുട്ടികൾ അവരുടെ സ്വന്തം പണം ചെലവഴിക്കുന്നതിനു പുറമെ അവരുടെ മാതാപിതാക്കൾ എന്തു വാങ്ങണമെന്ന് തീരുമാനിക്കുന്നതിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ അവർ കുടുംബത്തിന്റെ വാങ്ങലുകളെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. വീട്ടിലേക്ക് വാങ്ങുന്ന സ്നാക്സ്, ധാന്യങ്ങൾ, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, അങ്ങനെ എന്തു വാങ്ങുമ്പോഴും കുട്ടികളുടെ അഭിപ്രായം ചോദിക്കാറില്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ അഭിപ്രായം പറയാറുണ്ടോ? അവർ വലുതാകുമ്പോൾ ഏത് കാർ വാങ്ങണം, പുതിയ മീഡിയ ഉപകരണങ്ങൾ ഏതൊക്കെ വേണം, എവിടെ വെക്കേഷന് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൗമാരക്കാർ അവരുടെ അഭിപ്രായം പറയാൻ തുടങ്ങുന്നു. അപ്പോൾ കുട്ടികളെ സ്വാധീനിച്ചാൽ ഒരു കുടുംബത്തിന്റെ വാങ്ങൽശീലങ്ങളെ തന്നെ മാറ്റാൻ കഴിയുമെന്നു മാർക്കറ്റർമാർക്കറിയാം. ഇനി 3-ാമത്തെ കാരണം. മാർക്കറ്റർമാർക്കറിയാം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ മുതിർന്ന ഉപഭോക്താക്കളെന്ന്. ദ ചിൽഡ്രൻ ഓഫ് ടുഡേ റെപ്രസെന്റ് ദ അഡൽട്ട് കൺസ്യൂമേഴ്സ് ഓഫ് ടുമോറോ. കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ചില ബ്രാൻഡുകളോട് ഒരു പ്രത്യേക ഇഷ്ടം, ഒരു ലോയൽറ്റി ഉണ്ടാകും. ആ ഇഷ്ടം പലപ്പോഴും അവർ മുതിർന്നാലും നിലനിൽക്കും. അതുകൊണ്ട് പല കമ്പനികളും ക്രെഡിൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ് നടത്തുന്നു. അതായത് തൊട്ടിലിൽ മുതൽ ശവക്കുഴി വരെ. ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നതുവരെ അവരെ തങ്ങളുടെ ഉപഭോക്താവാക്കി നിലനിർത്താനുള്ള തന്ത്രങ്ങൾ. എന്തൊരു ഭയങ്കരമായ ആശയമാണല്ലേ ഇത്? കുട്ടികളായ ഉപഭോക്താക്കളെ ലക്ഷ്യം വെക്കാൻ വേണ്ടി മാർക്കറ്റർമാർ വളരെ സങ്കീർണമായ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൗണ്ട് എഫക്റ്റുകൾ, ആകർഷകമായ നിറങ്ങൾ, എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന പാട്ടുകൾ, ജിംഗിൾസ്, കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അങ്ങനെ പലതും. സത്യം പറഞ്ഞാൽ പ്രോഗ്രാമുകളെക്കാൾ കൂടുതൽ ശബ്ദത്തിലാണ് പരസ്യങ്ങൾ കാണിക്കാറ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാസികകളിൽ ആകർഷകമായ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളുടെയും ഷൂസുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയുമൊക്കെ മുഴുനീറ പരസ്യങ്ങൾ കാണാം. കുട്ടികളെ ലക്ഷ്യം വെക്കുന്ന വെബ്സൈറ്റുകളിൽ
എല്ലാത്തരം പരസ്യങ്ങളും ഉണ്ടാകും. ഈ തന്ത്രങ്ങളെല്ലാം ചെറിയ കുട്ടികളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കും. പക്ഷേ ചെറുപ്പക്കാരിലേക്കെത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഇപ്പോഴും ടെലിവിഷൻ തന്നെയാണ്. എന്നാൽ ഐപാഡ്, സെൽഫോൺ തുടങ്ങിയ പുതിയ ഉപകരണങ്ങളിലൂടെയും ഓൺലൈൻ വഴികളിലൂടെയും അവരിലേക്കെത്താനുള്ള പുതിയ വഴികൾ മാർക്കറ്റർമാർ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക ഈ പരസ്യങ്ങൾ കുട്ടികളിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരിൽ, ശാരീരിക രൂപത്തെക്കുറിച്ച് ഒരു അമിതമായ ചിന്ത ഉണ്ടാക്കുന്നുണ്ടോ എന്നതാണ്. കൗമാരക്കാർക്കുള്ള മാസികകളിൽ മെലിഞ്ഞ, സുന്ദരികളായ മോഡലുകളുടെ പരസ്യങ്ങൾ ധാരാളമായി കാണാം. കൗമാരക്കാരും കോളേജ് വിദ്യാർത്ഥികളും തങ്ങളുടെ സൗന്ദര്യത്തെ ഈ മോഡലുകളുടെ സൗന്ദര്യവുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇത്തരം ആകർഷകമായ മോഡലുകളുള്ള പരസ്യങ്ങൾ കാണുന്നത് ഒരാളുടെ ആത്മാഭിമാനത്തെയും ബോഡി ഇമേജ് അഥവാ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും മോശമായി ബാധിച്ചേക്കാം. കൗമാരക്കാർ ബ്രാൻഡ് നെയിമുകളെക്കുറിച്ചും വസ്ത്രങ്ങളിലും ടെക്നോളജിയിലുമുള്ള ഏറ്റവും പുതിയ ട്രെൻഡുകളെക്കുറിച്ചും കൂടുതൽ ബോധവാന്മാരാണെന്ന് തോന്നുന്നു. എവിടെ നിന്നാണ് ഈ ഉപഭോഗ ആകർഷങ്ങളെല്ലാം വരുന്നത്? ചോദിച്ചപ്പോൾ മിക്ക കുട്ടികളും പറഞ്ഞത് അതൊരുപാട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഒന്നുണ്ട് എന്നതുകൊണ്ടാണ് അവരൊരു സാധനം വാങ്ങുന്നത് എന്നാണ്. ഒരു ഉൽപ്പന്നം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുമെന്നൊരാശയം കൂടിയാണ് പരസ്യങ്ങൾ പലപ്പോഴും നൽകുന്നത്. ഈ സോപ്പ് തേച്ചാൽ വെളുക്കും, ഈ ഷൂസ് ഇട്ടാൽ നന്നായി കളിക്കാൻ പറ്റും എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? ഒരു പ്രശസ്തനായ വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ജനപ്രിയ കഥാപാത്രത്തെയോ ഒരു ഉൽപ്പന്നത്തെ അംഗീകരിക്കാൻ വേണ്ടി ഒരു പരസ്യത്തിൽ ഉപയോഗിക്കുന്നത് ആളുകളെ സ്വാധീനിക്കാനുള്ള വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. കൗമാരക്കാർ പ്രശസ്തരല്ലാത്തവരെക്കാൾ കൂടുതൽ വിശ്വസനീയരും കഴിവുള്ളവരും ആകർഷകരുമായി കാണുന്നത് പ്രശസ്തരായ വ്യക്തികളെയാണ്. കൂടാതെ പ്രശസ്തരെ ഒരു പരസ്യത്തിൽ കാണുന്നത് ആ ഉൽപ്പന്നത്തെക്കുറിച്ച് ആളുകൾക്ക് നല്ലൊരു മതിപ്പുണ്ടാക്കാൻ സഹായിക്കുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ബൂസ്റ്റിന്റെ പരസ്യം ചെയ്യുമ്പോൾ അത് കുടിച്ചാൽ നമുക്കും സച്ചിനെപ്പോലെ കളിക്കാൻ പറ്റുമെന്ന് തോന്നാറില്ലേ? അതാണ് അതിന്റെ ഒരു സൈക്കോളജി. പക്ഷേ ഈ പരസ്യങ്ങളുടെയെല്ലാം പിന്നിൽ നമ്മൾ കാണാത്ത ചില ഹിഡൻ പിറ്റ്ഫോൾസ് അഥവാ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളുണ്ട്. നമ്മളൊരു ഉപഭോക്താവ് എന്ന നിലയിൽ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. പരസ്യങ്ങൾ കണ്ട് കണ്ണടച്ചൊന്നും വിശ്വസിക്കരുത്. നമുക്ക് ശരിക്കും ആവശ്യമുള്ളതാണോ, അതിന്റെ ഗുണമേന്മ എന്താണ് എന്നൊക്കെ ചിന്തിച്ചു വേണം ഓരോ സാധനവും വാങ്ങാൻ. മനസ്സിലായോ എല്ലാവർക്കും? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.